ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ സന്തോഷ വാർത്തയാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോവുകയാണ് ഗായ്സ്. നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ബോൾട്ടിനെ ബോർഡിംഗ് സെൻറ്ററിലാക്കണം. ഗ്രൂമിങ്ങും ട്രെയിനിങ്ങും ബോർഡിങ്ങും ഉള്ളൊരു സെൻറ്ററിലാണ് ഇവനെ ആക്കുന്നത്. ലാസ്റ്റ് ഇയർ നമ്മൾ ട്രിപ്പ് പോയപ്പോഴും ഇവനെ അവിടെയാണ് ആക്കിയിരുന്നത്. ഇവനെ ബോർഡിങ്ങിലോട്ട് ആക്കാൻ നമുക്ക് പോകണം. അപ്പം നമുക്ക് പോകാം ഗൈസ്. നമുക്ക് ബോൾട്ടിനെ ബോർഡിങ്ങിലാക്കാൻ വേണ്ടി പോവാം. ബാഗും പാക്കേജസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിവിടെ 2 ബാഗാണ് ഇപ്പോൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ബാഗിൻ്റെ അകത്ത് മൊത്തം ചോക്ലേറ്റ്സ് ആണ് ഗൈസ്. ഒത്തിരി ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ പോക്കറ്റ് മണി, പിന്നെ ചാർജർ, ഇയർഫോൺ, പിന്നെ നിറയെ സ്കിൻ കെയർ സാധനങ്ങളും ഞാൻ ഈ ബാഗിൽ വെച്ചിട്ടുണ്ട്. അടുത്തതായി ഡയറി, ബുക്ക്, നോട്ട് പാഡ്, അങ്ങനെ ട്രെയിനിൽ വെച്ച് ഉപയോഗം വരുന്ന ഇച്ചിരി സാധനങ്ങളൊക്കെ ഈ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലഗേജസ്. സ്നാക്സ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തി ഗൈസ്. നമ്മൾ നടന്ന് ചെന്ന് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ബസ് എത്താറായിട്ടുണ്ട്. ഇതായിരുന്നു ഗൈസ് നമ്മുടെ ബസ്. അടിപൊളി ബസ്സായിരുന്നു. AC ബസ്സായിരുന്നു. ട്രെയിൻ പോലെ തന്നെ ഉണ്ടായിരുന്നു അകം. മുകളിലും ഒരു ബെഡ്, താഴെ ഒരു ബെഡായിട്ട് AC ബസ്സായിരുന്നു. കിടിലം ബസ്സായിരുന്നു. കിടന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ബസ്സായിരുന്നു. അകത്ത് TV ഉണ്ടായിരുന്നു. TV വരെയുള്ള ബസ്സായിരുന്നു. ഇത് ലൈറ്റ്, ഫോൺ ഹോൾഡർ, AC അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. VKV ട്രാവൽസിൻ്റെ ആയിരുന്നു നമ്മുടെ ബസ്. അവർ നല്ല റെസ്റ്റോറൻറ്റിൽ നിർത്തുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ ഉറങ്ങി എണീച്ചപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി ഗൈസ്. ഇതാണ് വന്യൂസ റെസിഡൻസി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. റൂമിൻ്റെ കാര്യവും പറയണ്ട. ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, TV, സോഫ്റ്റ് ബെഡ്, നല്ല കിടിലം വ്യൂ, പിന്നെ നമ്മുടെ കെറ്റില്, വർക്കിംഗ് ടേബിള്, സോഫ ഒക്കെ ഉള്ള നല്ല സ്പേഷ്യസ് ആയ റൂമായിരുന്നു ഗൈസ്. പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ തനിനാടൻ സാമ്പാറും ഇഡ്ഡലിയും ഉപ്പുമാവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ബാംഗ്ലൂർ മെട്രോ. ഇതാണ് അവിടുത്തെ 1 ഡേ ടിക്കറ്റ്. ഒരു കാർഡിന് 200 രൂപയാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് മെട്രോയിൽ 1 ഫുൾ ഡേ ഇഷ്ടം പോലെ ട്രാവൽ ചെയ്യാം. എന്നിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അവർ 200 രൂപ തിരിച്ചു തരും. ഇതേപോലത്തെ നല്ല തിരക്കേറിയ മാർക്കറ്റിലോട്ടാണ് മെട്രോ നമ്മൾ കയറിയത്. അതേപോലെ തന്നെ നല്ല കിടിലൻ മോളുകളിലും നമ്മൾ ചെന്നു. അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ സ്വന്തം ലുലു മോൾ. പിന്നെ ഈ കാണുന്നതാണ് നെക്സസ് മോൾ. എന്നിട്ട് നമ്മൾ അവിടുത്തെ ബിരിയാണി, അങ്ങനെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു. പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ. അവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുകയായിരുന്നു ഗൈസ്. പലതരം മാങ്ങകളുണ്ടായിരുന്നു, ചെറുത് തൊട്ട് വലുത് വരെ. അവിടെയും ഒത്തിരി നടന്ന് കാണാനുണ്ടായിരുന്നു, മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ടിപ്പുവിൻ്റെ ഗ്ലാസ് ഹൗസും ലാൽബാഗിൻ്റെ അപ്പുറത്തെ വശത്തുണ്ട്. ഗ്ലാസ് ഹൗസൊക്കെ നമ്മൾ നടന്ന് കണ്ട് നല്ല രസമായിരുന്നു ഗൈസ്. ഇതും ലാൽബാഗ് തന്നെയാണ്. പിന്നെ നമ്മുടെ കബൺ പാർക്ക്, നല്ല വലിയ പാർക്കാണ് ഗൈസ്. ഒരു ദിവസം ഫുൾ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം. ഇത് വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ പാർക്ക്. അവിടെ എല്ലാത്തിൻ്റെയും വർക്കിംഗ് എക്സിബിഷൻസ് ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. ആ ഡിനോസർ അനങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ കണ്ണൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബന്നാർഘട്ട നാഷണൽ പാർക്ക്. ഇവിടെ ആനിമൽസിനെ ഒന്നും കേജ് ചെയ്തിട്ടേക്കല്ല, അവരാരും കൂട്ടിലല്ല. നമ്മൾ അവരുടെ നടുക്കൂടെ ഒരു വാനിൽ പോവുകയാണ്. അവർക്ക് അടുത്ത് വരാൻ തോന്നിക്കഴിഞ്ഞാൽ തീർന്ന് ഗൈസ്. കാരണം അവരൊന്നും കൂട്ടിലല്ല, അവരെ ഫ്രീ ആക്കി വിട്ടേക്കുകയാണ്.
പിന്നെ ഈ കാണുന്നത് ഒരു വിസ്മയ കാഴ്ചയാണ് ഗൈസ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു നഗരമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡ്രസ്സ്, വള, മാല, കമ്മൽ, ചെരുപ്പ്, ഗിഫ്റ്റ്സ് എന്നിവ എല്ലാ സാധനങ്ങളും ബ്രാൻഡഡും ബ്രാൻഡഡ് അല്ലാത്തതും ഉള്ള നല്ലൊരു നഗരമായിരുന്നു ഗൈസ്. അത് നല്ല വിസ്മയ കാഴ്ചയായിരുന്നു. ഇത് കാണാതെ നിങ്ങളാരും ബാംഗ്ലൂർ വിടരുത്. അടിപൊളിയായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഒത്തിരി പർച്ചേസ് നടത്തി. അപ്പൊ അതൊക്കെയായിരുന്നു ഗൈസ് എന്റെ ബാംഗ്ലൂർ ഡേയ്സിൽ ഞാൻ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങൾ. അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പൊ എന്തെങ്കിലും ഫീഡ്ബാക്സും സജഷൻസും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.